വസീഫ്, ഇപ്പോൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തട്ടിപ്പിന്റെ കഥകൾ വരികയാണ്. വസീഫിന്റെ നാട്ടിൽ നിന്നും അത്തരം കഥകളുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും നേരത്തെയും തട്ടിപ്പ് നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം വലിയ വിപുലമായ രീതിയിൽ തട്ടിപ്പെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങ് MLA-മാരുടെ വരെ പടം ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പടം മാത്രമല്ല അവരുമായി ബന്ധം സ്ഥാപിച്ച്, പ്രധാനമന്ത്രിയായിട്ട് ബന്ധം സ്ഥാപിച്ചില്ല, അദ്ദേഹത്തിന് വേദിയിലേക്ക് കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വിശ്വാസ്യത ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ തന്ത്രം അതിൽ MLA-മാർ പെട്ടിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കളും പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വസീഫിനിവിടെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? പോലീസ് ആദ്യം തന്നെ തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് കൂടുതൽ വിപുലമായ തട്ടിപ്പിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ കേരളം ഞെട്ടിയ ഒരു സംഭവമാണിത്. ഒരു സൊസൈറ്റി, ആ സൊസൈറ്റി വിവിധ സീഡ് സൊസൈറ്റികൾ ഉണ്ടാക്കി വിവിധ NGO-കളുമായി സഹകരിച്ച് ഇങ്ങനെ വിപുലമായ ഒരു തട്ടിപ്പിൻ്റെ ഒരു ശൃംഖല രൂപീകരിച്ചു എന്നുള്ളതാണ്. അതിന് നേരത്തെ റിട്ടയർഡ് SP ആന്റണി സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ പല ബന്ധങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതിയായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ഇത് ഒരു BJP പ്രോഗ്രാമായി, അല്ലെങ്കിൽ BJPയുടെ എന്തോ ഒരു ആനുകൂല്യങ്ങൾ നാട്ടിലാകെ CSR ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ ആളുകൾക്കൊക്കെ ഒരു ധാരണ ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധമുള്ള, അവരുടെ ഏജൻസികളുമായി ബന്ധമുള്ളവർക്ക് ഈ CSR ഫണ്ട് പൊതുവേ അധികം കിട്ടൂ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പടവും മറ്റുമൊക്കെ കണ്ടപ്പോൾ പലരും, കാരണം പ്രധാനമന്ത്രിയുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ ഒരു ഒരു ചെറുപ്പക്കാരൻ എത്തിപ്പെട്ട് പടമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ നോക്കിക്കണ്ടത്. അപ്പോൾ കുറേ പേർക്കാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിതരണ ചടങ്ങുകളിൽ പല സ്ഥലത്തും ഇതുപോലെ MLA-മാരെയും MP-മാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒക്കെ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്തോ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് കരുതും. ഇപ്പോൾ 500 പേരിൽ നിന്ന് പണം വാങ്ങി 50 പേർക്ക് ബൈക്ക് കൊടുത്ത്, 1000 പേരിൽ നിന്ന് പണം വാങ്ങി ഒരു 10 പേർക്ക് ലാപ്ടോപ്പ് കൊടുത്ത്, അങ്ങനെ പോകുമ്പോൾ ഇതൊരു സഹായം ചെയ്യുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇതെന്തോ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മണി ചെയിനുകളുണ്ട്, അതിൽ പലർക്കും ആനുകൂല്യം കിട്ടുന്നുണ്ട്. പക്ഷേ പല മണി ചെയിനുകളുടെയും അവസാനത്തിൽ നമ്മൾ കാണുന്നത് പല തട്ടിപ്പുകളും ഇതുപോലെയുള്ള ക്രമക്കേടുകളും ആളുകളുടെ പണം നഷ്ടപ്പെടുന്നതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ട കുറച്ച് പേരുകളുണ്ട്. അതൊന്ന് രാധാകൃഷ്ണൻ്റെ, BJP നേതാവ് രാധാകൃഷ്ണൻ്റെ ഒരു ഇടപെടലാണ്. ഞാൻ ഇന്നലെ ചർച്ചയിൽ കൈരളി ചാനലിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഒരു അഡ്വക്കേറ്റ് രാജസിംഹൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് ഇവരാദ്യം താമസിച്ചിരുന്നത്. ഇവർ താമസിച്ച ഒരു വിവരങ്ങളൊക്കെ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അവിടുത്തെ ഇവരുടെ ഈ ഫ്ലാറ്റ് ഓണേഴ്സിന്റെ അസോസിയേഷന്റെ സെക്രട്ടറി. വളരെ കൃത്യമായി അദ്ദേഹം പറയാണ്, ഈ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഈ ലാലി സെബാസ്റ്റ്യനും ഒക്കെ അവിടെ കൃത്യമായി വരികയും അവരാണ്, ഈ ലാലിയാണ്, കോൺഗ്രസ് നേതാവാണ്, ഇവിടെ തുടക്കം മുതൽ ഈ ഫ്ലാറ്റ് എടുക്കുന്നതിനും ഫ്ലാറ്റിന്റെ കീ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും ഒക്കെ ലാലിയാണ്. അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വാഹനത്തിൽ ഇവർ രക്ഷപ്പെടാൻ വാദം ലാലി വിൻസനുണ്ട്. അതെ, അത് ലാലി വിൻസന് മാത്രമല്ല ഉള്ളത്. അതിലാണ് നമുക്കൊക്കെ ഒരു വലിയ ഒരു ആശങ്ക തോന്നുന്നത്. VD സതീശനും ഉണ്ട്. VD സതീശൻ വളരെ കൃത്യമായി ഇവരെ ന്യായീകരിക്കുന്നുണ്ട്. ഇന്നലെയും ഒക്കെ ചർച്ചയിൽ നമ്മളെ കൂടിയിരുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഭാരവാഹികളൊക്കെ ലാലി വിൻസെന്റ് ഭാഗ്യത്തിൽപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലാലി വിൻസെന്റിന്റെ കാര്യത്തിൽ എന്താണ് പ്രതികരിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ഭാഗ്യത്തിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതെ, അവരാരും തള്ളി പറഞ്ഞിട്ടില്ല, അവരാരും തള്ളി പറയുന്നില്ല, അവരാരും നടപടി ഇതുവരെ എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ലാലി വിൻസെന്റ് പറയുന്നത് എൻ്റെ മകനെ പോലെയാണെന്ന് മാത്രമല്ല, ഇവർ ഇതിലെ ഓരോ സ്റ്റേജസിലും ഇടപെടുന്നുണ്ട്. അത് ഇന്നലെ ഈ രാജസിംഹം, വളരെ അഡ്വക്കറ്റാണ് എറണാകുളത്ത്, അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ സമീപിക്കാൻ പറ്റുന്ന പല വിവരങ്ങളുണ്ട്, പോലീസൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് മൊഴി എടുക്കുമായിരിക്കും. വളരെ കൃത്യമായി പറയുക, ഈ ലാലി പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് അവർ പറയുന്നത് 40 ലക്ഷം രൂപ അവർക്ക് വക്കീൽ ഫീസിനത്തിൽ കിട്ടി എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ മറ്റൊരു തലം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇത്രയധികം പണമൊക്കെ ഇങ്ങനെ ഒരു കേസിന് എന്ത് കേസാണ്, എന്താണ് ഇവരുടെ വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഇവർ കൊടുക്കുന്ന ഉപദേശം എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതും നല്ലതാണ്. വക്കീലാണ്, ശരി തന്നെ, കോൺഗ്രസിന്റെ നേതാവ് കൂടിയല്ലേ.
അവർക്കൊരു ഉത്തരവാദിത്തമല്ലേ സമൂഹത്തോട്? അവർക്ക് ഈ വിവരങ്ങളിൽ ഈ തട്ടിപ്പിനെ കുറിച്ച് അവർക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളുകൾക്കെല്ലാം നല്ല ബോധ്യം ഉണ്ടാവും, അവർക്ക് ഇതിൽ നല്ല ബന്ധമുണ്ട്. രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളെ കുറിച്ച് BJPയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അക്കാര്യത്തിൽ എൻ രാധാകൃഷ്ണൻ തന്നെ പ്രതികരിച്ചോട്ടെ എന്നൊരു നിലപാടും BJP. അതെ, BJPയുടെ ഒരു നേതൃത്വമായിരിക്കുന്ന എൻ രാധാകൃഷ്ണൻ, ഈ കോൺഗ്രസിന്റെ നേതൃത്വമായിരിക്കുന്ന ഈ ലാലി സെബാസ്റ്റ്യൻ, ഇവര് ഇതിന്റെ മുഖമായി നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഇന്ന് മറ്റൊരു വാർത്ത കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇന്നലെ ഡോക്ടർ സരീൻ പോസ്റ്റ് ഇട്ടതായിരുന്നു. ഇന്ന് പെരിന്തൽമണ്ണയിലെ CPMന്റെ ഏരിയ കമ്മിറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് പെരിന്തൽമണ്ണയിലെ MLA കുറിച്ചാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ പരിശോധിച്ചു. ഞങ്ങൾ ഇന്ന് DYFI എന്നുള്ള നിലക്കും അതിനെക്കുറിച്ച് പറഞ്ഞു. അതും ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ്. അവിടെ ഈ മുദ്രാചാരത്തിന്റെ പേരിൽ അതെ, അതിന്മേൽ MLAയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഞാൻ പരാതി കൊടുത്തു എന്നുള്ളതാണ്. അതായത് താനും പറ്റിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ജനപ്രതിനിധികളെ പറ്റിക്കുന്ന രൂപത്തിലേക്കും പോയിട്ടുണ്ട്. ചിലർക്ക് നേരിട്ട് ഇൻവോൾവ്മെന്റും ഉണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പറ്റിക്കപ്പെട്ടവർ, തട്ടിപ്പിന് കൂടെ നിന്നവർ എന്ന രൂപത്തിൽ അന്വേഷണം നടത്തേണ്ടി വരും. കാരണം ഇപ്പോൾ അനിലെ പോലുള്ളവരെ ബന്ധപ്പെടുന്നവർക്ക് ഒരുപക്ഷെ ഇതിൽ തട്ടിപ്പാണെന്ന് അറിഞ്ഞു കാണില്ല. അങ്ങനെ ആ ശൃംഖലയാണല്ലോ. അതിൽ ഏത് വശം മുതൽ ഏത് ഘട്ടം മുതലാണ് തട്ടിപ്പുകാർ ഒരുമിച്ച് നിൽക്കുകയും ബാക്കി നിരപരാധികളെ ഇതിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നതിനുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്താനേ പറ്റുകയുള്ളൂ. ഇവിടെ ഈ നജീബ് കാന്തപുരത്തിന്റെ കേസ്, ഞാൻ അതിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. നിങ്ങൾ കാണേണ്ടത്, അവർ നേരിട്ട് പരസ്യം കൊടുക്കുക. ഇതാ ഇത്ര രൂപക്ക് ബൈക്ക് കിട്ടുന്നു, അത് മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലാണ്, ഈ ട്രസ്റ്റിന്റെ പേരിലാണ്, നിങ്ങൾ ഇത്ര പണം അടച്ചാൽ മതി. ആ പണം അടച്ചതിന്റെ റെസീറ്റ് ഒക്കെ ഉണ്ട്. അതിന് റെസീറ്റ് കൊടുക്കുന്ന മുദ്രയാ, ഈ പെരിന്തൽമണ്ണ MLAയുടെ റെസീറ്റാ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം അവർ ത്രൂ ആണ് വാങ്ങിക്കൊടുത്തിട്ട് അതൊരു MLA ഓഫീസ് മുഖാന്തരം നടക്കുന്ന വലിയൊരു ഇടപാടായിട്ട് അവിടെയാണ് ഈ സായിഗ്രാമത്തിലെ അനന്തകുമാറിനെ വിശ്വസിച്ചുകൊണ്ട് എന്നുള്ള കാര്യം വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ അനന്തുവിനെ തള്ളി പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അറിയില്ല അവരുടെയൊക്കെ പങ്ക് എത്രയാണെന്ന്, പോലീസ് ഇവരിലേക്കൊക്കെ എത്തുമോ എന്നും അറിയില്ല. ഇന്നത്തെ പ്രതികരണങ്ങൾ കണ്ടല്ലോ. ഈ അനന്തകുമാറും ലാലിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ആരാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് എന്നതിലുള്ള തർക്കം തുടരുകയാണ്. അതെ, ഇതില് ഈ തർക്കം തുടർന്നാലും ഇല്ലേലും ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിൽ പണം വന്നോ ഇല്ലേ എന്ന് പരിശോധിക്കണം. ലാലി വളരെ നേരത്തെ തന്നെ പറഞ്ഞു എനിക്ക് 40 ലക്ഷം വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കോൺഗ്രസ്സുകാരൊക്കെ വലിയ തമാശയിൽ ചില വക്കീലിന് കൊടുത്ത ഫീസിനെ കുറിച്ചൊക്കെ, അതൊക്കെ വലിയ കേസുകൾക്ക് കൊടുക്കുന്ന, വലിയ സുപ്രീം കോടതി വക്കീലന്മാർക്ക് കൊടുക്കുന്ന ഫീസുകളെ കുറിച്ചൊക്കെ വലിയ ട്രോളുകൾ ഇറക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഒക്കെ, കേരളത്തിലെ കോൺഗ്രസും ഒക്കെ. എന്നാൽ ഇവർക്ക് ഇത്രയധികം പണം ഇങ്ങനെ ഒരു വക്കീൽ ഫീസ് ഇനത്തിൽ കൊടുത്തതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ അന്വേഷണം ചെന്നെത്തുമെന്നും ഇതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിൽ ആര് ഇങ്ങനെ നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ഒന്നും സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പോലീസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ആദ്യത്തെ വീഴ്ച, ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനെ വീണ്ടും അതൊക്കെ ഓരോ പ്രദേശത്തും അങ്ങനെയൊക്കെ എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ അനില പറഞ്ഞ കാര്യം കൂടി കേട്ടല്ലോ. അനില പറഞ്ഞ കാര്യം കേട്ടല്ലോ. നിഷ്കളങ്കരായി അപ്പോൾ നിങ്ങൾ വിഡ്ഢികൾ എന്ന് പറഞ്ഞ് അവരുടെ പരാതി കേൾക്കാതിരിക്കുക, പരാതിപ്പെടുന്ന ആളെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നല്ല. ഇതിലെ 2000 പരാതി കണ്ണൂരിൽ നിന്ന് മാത്രം വന്നു. 2000 പരാതി. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും 100 കണക്കിന് പരാതികൾ വരിക. അങ്ങനെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും 1-2 പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞോ എന്നറിയില്ല, പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അത് അവിടെ പരിശോധിക്കേണ്ട കാര്യം തന്നെ, അതിലൊന്നും ഒരു തർക്കമില്ല. ഇവിടെ പോലീസിന് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഒക്കെ കിട്ടിയ ഒരു രഹസ്യ വിവരവും മറ്റു അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ചില പരാതികളും എല്ലാം കൂടി വരുന്ന സമയത്താണ് ഒരു വലിയ അന്വേഷണത്തിലേക്ക്, പടുതടച്ചുള്ള അന്വേഷണത്തിലേക്ക് പോകണം എന്നാലോചിച്ച് ഇറങ്ങി വരുന്നത്. ആ അന്വേഷണത്തിലാണ് ഇതിന്റെ പ്രതികളിലേക്ക് എത്തുന്നത്, പ്രതികളെ പിടിക്കുന്നതും കേസ് ചാർജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെല്ലുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിന്റെ എല്ലാം ചുരുളഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു വലിയ സാമ്പത്തിക ഇടപാടിന്റെ, വലിയ സാമ്പത്തിക നെറ്റ്വർക്കിന്റെ ഒരു കേസ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ആ അർത്ഥത്തിൽ അന്വേഷണം നടത്തി ഇതിലെ
പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും പൊതുപ്രവർത്തകരോ ഏതെങ്കിലും ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളോ ഈ ഒരു മറയിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി അന്വേഷണത്തിന്റെ വിധേയമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ. ശരി, നമ്മോടൊപ്പം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.